ഇനി കൊല്ലത്തേക്കൊന്ന് പോകാം. അവിടെ തിരുമുല്ലവാരത്തും ഭക്തജന തിരക്കുണ്ട്. ജയശങ്കർ, ആലുവയിലോ വർക്കല പാപനാശത്തോ ഉള്ളതുപോലെയുള്ളൊരു തിരക്ക് കൊല്ലത്ത് അനുഭവപ്പെടുന്നുണ്ടോ? തിരുമുല്ലവാരത്ത് രാവിലെ മുതൽ തന്നെ ഭക്തജനങ്ങൾ എത്തി തുടങ്ങിയിരുന്നോ? ക്രമീകരണങ്ങളൊക്കെ ഉണ്ടോ അവിടെ? ഡോക്ടർ അരുൺ, പുലർച്ചെ മുതൽ തന്നെ തിരുമുല്ലവാരത്ത് വലിയ തോതിലുള്ള ഭക്തജനങ്ങളുടെ തിരക്ക് ബലി അർപ്പിക്കുന്നതിന് വേണ്ടി ഉണ്ടായിരുന്നു. പുലർച്ചെ 2 മണി 2:30 സമയത്തൊക്കെ വലിയ തോതിൽ ആളുകൾ എത്തി. ഇപ്പോഴും ആ ഒഴുക്ക് ഇങ്ങോട്ടേക്ക് ഇങ്ങനെ തുടരുകയാണ്. നമുക്ക് കടലിൽ ആളുകൾ സ്നാനം ചെയ്യുന്നത്, ബലിയർപ്പിച്ച് സ്നാനം ചെയ്യുന്നത് കാണാം. ഇവിടെ സിവിൽ ഡിഫൻസിന്റെ ആളുകൾ ഉൾപ്പെടെ ഈ സുരക്ഷാ ക്രമീകരണങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. കടൽ ഇന്ന് കുറച്ച് ശാന്തമായി ഉണ്ട്. അതുകൊണ്ട് തന്നെ കടലിൽ ഇറങ്ങി ആളുകൾക്ക് ബലിയർപ്പിച്ച് സ്നാനം ചെയ്യാനുള്ള ഒരു സൗകര്യം ഇവിടെ ഉണ്ട്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ ഒരുപാട് വാഴയിലകൾ കാണാം. ഇതൊക്കെ ആളുകൾ ബലിയർപ്പിച്ച് പോയതിനാണ്. അത്രമാത്രം ആളുകൾ, അതായത് ഓരോ വാഴയിലും ഓരോ ആളുകൾ ഇവിടെ കടലിൽ ഒഴുക്കിയതാണ് അവരുടെ ഈ ആചാരപരമായ വിശ്വാസത്തിന്റെ ഭാഗമായി. അപ്പോൾ ഇത്രയും ആളുകൾ ഇത്രയും നേരം ഇവിടെ എത്തിയിട്ടുണ്ട്. ഇപ്പോഴും 10,000-കണക്കിന് ആളുകൾ ഇവിടെ ബലിയർപ്പിക്കുന്ന ചടങ്ങുകൾ നടത്തുന്നുണ്ട്. അങ്ങനെ ഇത് ഇനിയും കുറേ മണിക്കൂറുകൾ ഈ ആചാരവുമായി ഇങ്ങോട്ടേക്ക് മുമ്പോട്ട് പോകും. എന്തായാലും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ നേതൃത്വത്തിലും നഗരസഭയുടെ നേതൃത്വത്തിലുമാണ് ഇവിടെ ക്രമീകരണങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. സുരക്ഷാ ക്രമീകരണങ്ങൾ ഉൾപ്പെടെ ഇതിനോടകം പൂർത്തിയായിട്ടുണ്ട്. കടലിൽ ഇത്തരത്തിൽ സ്നാനം ചെയ്യുന്ന ഒരു ഇടം എന്ന പ്രത്യേക കൂടി തിരുമുല്ലാവാരത്തിലുണ്ട്. അതുകൊണ്ട് തന്നെ കുറച്ചധികം ജാഗ്രത പോലീസിന്റെയും ഫയർഫോഴ്സിന്റെയും ഒക്കെ ഭാഗത്തുനിന്ന് ഒരുക്കിയിട്ടുണ്ട്. എന്തായാലും കൊല്ലം ജില്ലയിൽ മറ്റിടങ്ങളിലും ഇത്തരത്തിൽ ഈ മുണ്ടക്കൽ പാപനാശം ഉൾപ്പെടെയുള്ള ഇടങ്ങളിലും ബലിതർപ്പണത്തിലുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. എന്തായാലും എല്ലാവിധ സുരക്ഷാ ക്രമീകരണങ്ങളും ഒരുക്കിക്കൊണ്ടാണ് ഇത്തരത്തിൽ ബലിതർപ്പണം കൊല്ലത്ത് പോകുന്നത്. നിരവധി ആളുകൾ ഇപ്പോഴും ഇങ്ങനെ ബലിതർപ്പണത്തിനായി എത്തിക്കൊണ്ടിരിക്കുന്നു. ഇതിനോടകം തന്നെ 10,000-കണക്കിന് ആളുകൾ ബലിയർപ്പിച്ച് അവരുടെ വിശ്വാസം പൂർത്തിയാക്കി ഇവിടുന്ന് മടങ്ങുന്ന സാഹചര്യം ഉണ്ടായി. വിശ്വാസികളെ സംബന്ധിച്ച് കർക്കിടക മാസത്തിലെ ഈ വാവ് ദിനം എന്ന് പറയുന്നത് ഋതുക്കളുമായി അല്ലെങ്കിൽ അവരുടെ പൂർവികരുമായി ബന്ധിപ്പിക്കുന്ന, അവർക്ക് വേണ്ടി തങ്ങളാൽ ചെയ്യാൻ കഴിയുന്ന വിശ്വാസപരമായ പ്രധാന ദിവസമാണ്. അതുകൊണ്ട് തന്നെ പരമാവധി ആളുകൾ ഇന്ന് ഈ വിശ്വാസികൾ ഇങ്ങോട്ടേക്ക് എത്തി അവരുടെ കർമ്മങ്ങൾ, ഋതുക്കൾക്ക് വേണ്ടിയുള്ള കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് ഡോക്ടർ അരുൺ നമ്മൾ കാണുന്നത്. ഓക്കെ.